നമസ്കാരം മൈ ലൈഫ് മൈ ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ ഫേസിനെ എങ്ങനെ ബ്രൈറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ നല്ലൊരു അടിപൊളി ഫേസ് പാക്ക് ആയിട്ടാണ്. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഫേസ് പാക്കാണ്. നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് മാറ്റം വന്നിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വഴിയെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ എനാബിൾ ചെയ്ത് വയ്ക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുള്ളൂ. അപ്പം ഞാൻ എന്തൊക്കെയാണ് അനുഭവിച്ചിട്ടുള്ളതെന്ന് ഫസ്റ്റ് പറയാം, എന്നിട്ട് നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടെ കണ്ടിട്ട് ഞാൻ എന്താണ് അനുഭവിച്ചിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ മൗറീഷ്യസിലെ ചൂട് എന്ന് പറയുന്നത് വല്ലാത്ത ചൂടാണ്, നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ഇനിയിപ്പോൾ അഥവാ ചൂടില്ലെങ്കിൽ തന്നെ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിന് ടാനിങ് വരാനുള്ള ആ ഒരു ഇതാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, ചിലപ്പോൾ ബീച്ച് സൈഡ് ആയതുകൊണ്ടായിരിക്കും, ഉപ്പ് കാറ്റടിക്കുന്നില്ല അതുകൊണ്ടായിരിക്കാം. പിന്നെ ഞാൻ ഈ ദീപാവലി സമയമൊക്കെ ആയപ്പോൾ കുറേ വട്ടം ബീച്ചിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാനിപ്പോൾ മോക്കയെന്ന് വേറൊരു സ്ഥലത്തേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അതായത് ഞങ്ങളുടെ സെൻറ്റർ മാറിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വീട് നിൽക്കുന്നതും ഈ ഒരു ബീച്ച് സൈഡിൽ തന്നെയാണ്. അപ്പം നല്ലോണം ടാനിങ് വന്നിട്ടുണ്ട്, അതേപോലെ സൺ ബേണിങ് വന്നിട്ടുണ്ട്. എൻ്റെ ഈ സ്കിന്നിൻ്റെ ഈ ഒരു സൈഡൊക്കെ ഇല്ലേ, ഇവിടെയൊക്കെ നല്ലോണം ഇങ്ങനെ പൊള്ളിയിട്ട് ഇങ്ങനെ സ്കിന്ന് പറഞ്ഞു വരുന്ന രീതിയിലായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, പിന്നെ കണ്ണിൻ്റെ അടിയിൽ കറുപ്പ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒന്ന് ചൂട്, പിന്നെ ഞങ്ങൾ കുറേ വട്ടം പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ടേക്ക് മാറിയതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, അവിടെ നിന്ന് അങ്ങ് പോവുക, അങ്ങനെ കുറേ കഷ്ടപ്പാടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ചൂടും വെയിലും എല്ലാം ഉണ്ടായതുകൊണ്ട് തന്നെ നല്ലോണം സൺ ടാനിങ്ങും സൺ ബേണിങ്ങും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, പിന്നെ കുറേ ഞാൻ സ്കിൻ കെയർ ചെയ്യാനും മറന്നു പോയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഹെയർ ഫോളും വന്നിട്ടുണ്ട്. അത് നമ്മൾ സ്റ്റാർട്ടിങ് അവിടെ നിന്ന സമയത്ത് കുറച്ച് നന്നായിട്ട് കെയർ ചെയ്യായിരുന്നു. പിന്നെ അവിടുത്തെ വെള്ളം ഒക്കെ സെറ്റായി വന്നായിരുന്നു. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടമില്ല, നമ്മൾ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പോൾ അതിൽ അത്യാവശ്യത്തിന് ക്ലോറിൻ ഉണ്ട്. അപ്പോൾ അതും മാറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതും ഞാൻ വരുന്ന വീഡിയോയിൽ പറഞ്ഞുതരാം, നമുക്ക് എങ്ങനെ ക്ലോറിൻ വെള്ളം ഒന്ന് മാറ്റിയെടുക്കാം, കുറച്ചൊക്കെ ഒന്ന് കുറച്ചെടുക്കാം എന്നുള്ളതിൻ്റെയും കൂടെ ഞാൻ വീഡിയോ അടുത്തായിട്ട് പറഞ്ഞുതരാം കേട്ടോ, ഹെയർ കെയറിൻ്റെ കൂടെ തന്നെ. അപ്പോൾ മെയിനായിട്ട് സൺ ടാനിങ്, സൺ ബേണിങ്, പിന്നെ കണ്ണിൻ്റെ അടിയിലെ കറുപ്പ്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, പിന്നെ പോരാത്തതിന് ലിപ് ഡാർക്ക് വരെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്ക് പ്രശ്നമായിരുന്നു. കാരണം ഞാൻ കുറേ സ്കിൻ കെയർ ചെയ്യാൻ അങ്ങ് ഒഴിവാക്കി വിട്ടായിരുന്നു, കാരണം സമയം കിട്ടാത്തതും ഒക്കെ ആയതുകൊണ്ട് തന്നെ. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റും അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഈ ക്ലൈമറ്റായിട്ട് സെറ്റായിട്ട് വരണം, കൂടെ തന്നെ സ്കിൻ കെയർ ചെയ്യണം. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മൾ ബ്ലൂ ബേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബീച്ച് പോയതിൻ്റെ വീഡിയോ ഇട്ടുണ്ട്. അന്ന് തന്നെ ഭയങ്കരമായിട്ട് സൺ ടാനിങ് വന്നിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് കെയർ ചെയ്യുകയാണെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് കെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം കുറേ ജോലി തിരക്കും വീട് ഷിഫ്റ്റ് ചെയ്യുന്ന അതൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിപ്പോയി. അപ്പോൾ ഞാൻ പിന്നെ കുറേ കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം ഏകദേശമൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫേസ് പാക്ക് ഇട്ട് തുടങ്ങി. അപ്പോൾ 2-3 ഫേസ് പാക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് അങ്ങോട്ട് എഫക്റ്റ് കിട്ടുന്നില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ പിന്നെ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്തു. അങ്ങനെ ഞാൻ 7 days ചാലഞ്ച് ആയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഓൺലി 3 days യൂസ് ചെയ്തിട്ടുള്ള എനിക്ക് വന്ന വ്യത്യാസമാണ് കാണിക്കുന്നത്. അപ്പോൾ 7 days ഇട്ടിട്ടുണ്ടെങ്കിൽ, അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രത്തോളം വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. ഞാനിപ്പോൾ ഇനിയൊരു വീഡിയോ ഇടാം എത്രത്തോളം എനിക്ക് സൺ ടാനിങ് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ നോർമലായിട്ടുള്ള വ്യക്തികൾക്ക് സൺ ടാനിങ് ഒന്നും ഒരുപാട് വന്നിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ ഫേസ് പാക്ക് ഇട്ട് ബ്രൈറ്റ് ചെയ്യാനാണെങ്കിൽ എന്തായാലും ഒരു 2-3 daysനുള്ളിൽ 100% ഷുവറാണ് മാറ്റം വന്നിരിക്കും. എൻ്റെ സ്കിന്ന് അത്രത്തോളം ഡാർക്ക് വന്നിട്ടുണ്ടായിരുന്നു സൺ ടാനിങ് വന്നിട്ട്. അപ്പം ഞാനൊരു 3 ദിവസം യൂസ് ചെയ്തപ്പം തന്നെ എനിക്ക് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ 7 days യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും വ്യത്യാസം വരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, നൈറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ എപ്പോഴും കൂടുതൽ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുക നൈറ്റ് യൂസ് ചെയ്യാനാണ്. കാരണം നമ്മൾ നൈറ്റ് അപ്ലൈ ചെയ്ത് നോർമൽ വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ക്രീം നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രൈനെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ മാത്രം നിങ്ങളൊരു ക്രീം അപ്ലൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കിടന്നുറങ്ങുക. നമ്മൾ വെയിൽ കൊള്ളാൻ പോകുന്നില്ല, പൊടിയടിക്കാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എഫക്റ്റ് കിട്ടുക നൈറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾക്ക് 2 നേരം
നേരം ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്, മോർണിംഗ് ചെയ്യുന്നതും നൈറ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം. ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 3 ഇൻഗ്രീഡിയൻ്റ് ആണ്. അതിൽ ആദ്യത്തെ 2 ഇൻഗ്രീഡിയൻ്റ് ആണ് ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും. ഇത്രയും വലിയ കഷ്ണമൊന്നും വേണ്ട, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തു എന്നേ ഉള്ളൂ. നമുക്ക് ഈ ഒരു കഷ്ണം ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും മതി. ഞാൻ ബീട്രൂട്ട് കുറച്ച് കൂടുതൽ എടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഫേസ് പാക്കിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ ഒരു പിങ്ക് കളർ എടുത്ത് കാണിക്കും. അപ്പം നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ബ്ലഷൊക്കെ ഇടുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ നാച്ചുറലായിട്ടുള്ള ആ ഒരു പിങ്ക് കളർ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ബീട്രൂട്ട് കൂടുതലെടുത്തത്. അപ്പോൾ ഇതേപോലെ ഞാൻ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അരിപ്പയിലിട്ടിട്ട് ഇങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നിങ്ങൾക്ക് തുണിയിൽ വെച്ചിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക. ഇത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉണ്ട് കേട്ടോ. നമ്മുടെ ആ ഉരുളക്കിഴങ്ങിൻ്റെ നീര്, ബീട്രൂട്ടിൻ്റെ നീര് കുറച്ചും കൂടെ കൂടുതൽ എടുത്തിട്ടുണ്ട് ഞാൻ. ഇതും അതേപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ഉപയോഗിക്കുന്ന 3 ഇൻഗ്രീഡിയൻറ്റും നമ്മുടെ ഫേസിലുണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്, ഇങ്ങനെ കുട്ടി കുട്ടി കുരുകൾ അത് മാറാനും പിന്നെ നമ്മുടെ സ്കിൻ എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ട് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ചെയ്യാനും ഈ 3 ഇൻഗ്രീഡിയൻറ്റും നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും ഉരുളക്കിഴങ്ങും ബീട്രൂട്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രത്തോളം എഫക്റ്റ് ഉള്ളതാണെന്ന്. നമ്മൾ ഈ ബീട്രൂട്ടൊക്കെ കൂടുതലായിട്ടും ഡാർക്ക് ലിപ്സൊക്കെ വരുന്നവർക്ക് പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഉരുളക്കിഴങ്ങും നല്ല വ്യത്യാസം വരാൻ, നമ്മളെ സ്കിന്ന് ബ്രൈറ്റ് ചെയ്യാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ 3 ഇൻഗ്രീഡിയൻറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങ്, പിന്നെ ബീട്രൂട്ട്, പിന്നെ നമ്മൾ മൂന്നാമതായിട്ട് എടുക്കുന്നത് കടലപ്പൊടിയാണ്. ഇനി അഥവാ നിങ്ങളെടുത്ത് കടലപ്പൊടി ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ആട്ട എടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ കടലപ്പൊടിയെ പോലെ തന്നെ ആട്ടയും നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ചെയ്യാൻ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കിട്ടുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എൻ്റെ അടുത്ത് കടലപ്പൊടി ഉള്ളതുകൊണ്ട് ഞാൻ അത് തന്നെ യൂസ് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. നമ്മുടെ മിക്ക ഫേസ് പാക്കിലും ഒരു പ്രധാന ഘടകമാണ് കടലപ്പൊടി. അതുകൊണ്ട് മിക്ക വീട്ടിലും അത് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ അടുത്ത് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാകുന്ന ഒന്നാണ് കടലപ്പൊടി. കാരണം ഞാൻ ഒരുവിധം ഫേസ് പാക്കിലൊക്കെ യൂസ് ചെയ്യുന്നതും കടലപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഈ കടലപ്പൊടി ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് ഞാൻ 1 ടേബിൾ സ്പൂൺ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അത്രയും എടുത്തിട്ടില്ല, 3/4 എടുത്തിട്ടുണ്ടാവും. പിന്നെ കുറച്ച് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ നീരിനേക്കാളും കുറച്ചും കൂടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ലിക്വിഡ് ആയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. കാരണം നമ്മൾ കുറച്ച് ലൂസാക്കിയിട്ട് ഒരു 5 മിനിറ്റ് കൂടുതൽ വെക്കേണ്ട, ഒരു 5 മിനിറ്റ് വെച്ചാൽ തന്നെ നമ്മുടെ കറക്റ്റ് ആ ഒരു തിക്നെസ്സിൽ നമുക്കത് കിട്ടും. കാരണം കടലപ്പൊടിയാണ്, പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പം നമ്മൾ കുറച്ചൊന്ന് ജ്യൂസി കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ട് കുറച്ചൊരു 5 മിനിറ്റ് അങ്ങനെ വെക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. കാരണം ആ മിക്സിങ്ങിലാണ് അതിൻ്റെ മെയിനായിട്ടുള്ള. കാരണം നമ്മുടെ എല്ലാ 3 ഇൻഗ്രീഡിയൻറ്റും കറക്റ്റായിട്ട് മിക്സ് ആയിട്ട് വരണം. അപ്പോൾ അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇപ്പം നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഇതിലാണ് നമുക്ക് കിട്ടേണ്ടത്. നല്ല അടിപൊളി കളറല്ലേ, എൻ്റെ ഫേവറേറ്റ് ഫേസ് പാക്കാണ് കേട്ടോ അത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യണം. എൻ്റെ ഫേസ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം പിഗ്മെൻറ്റേഷൻ വന്നിട്ടുണ്ട് സ്കിന്നിൽ നിന്ന്. ഇതിപ്പോൾ ഇതാ കണ്ടോ, ഞാൻ നൈറ്റാണ് അപ്ലൈ ചെയ്യുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ഫേസിൻ്റെത്. കാരണം ഞാൻ ലൈറ്റ് വെച്ചിട്ടാണ് ഇത്രയും കുറച്ചെങ്കിലും വെളിച്ചമുള്ളത്. കാരണം അത്രയ്ക്ക് ഡാർക്കായിട്ടുണ്ടായിരുന്നു എൻ്റെ സ്കിന്ന്. നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം പിഗ്മെൻറ്റേഷൻ ഉണ്ട്, അതേപോലെ ലിപ്പ് എത്രത്തോളം ഡാർക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് തന്നെ ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒരു ഇളം ചൂട് വെള്ളത്തിൽ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്ത് എന്താണോ ഉള്ളത് നിങ്ങൾക്കത് യൂസ് ചെയ്യാം. നമ്മുടെ പഞ്ചസാരയും തേനും യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് അത് സ്ക്രബ് ചെയ്യുക. പിന്നെ അല്ലാതെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സ്ക്രബ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ഇട്ടതിന് ശേഷമാണ് പിന്നെ നമ്മുടെ ഫേസ് പാക്ക് ഇട്ടത്. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഇന്നാണ്, ഒരുപാട് കാലത്തിന് ശേഷം സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോഴാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. നല്ലോണം പിമ്പിൾസ് വന്നിട്ടുണ്ട്. എൻ്റെ ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അരിമണി വിതറിയ പോലെ കുട്ടി 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 കുരുക്കളാണ് ഉണ്ടാവുക. അപ്പോൾ അതും നല്ലോണം ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പേ എന്നും ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ട് എഫക്റ്റ് കിട്ടും കേട്ടോ.
പിന്നെ ഈ ഫേസ് പാക്ക് യൂസ് ചെയ്തിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും 100% മാറിയിട്ടില്ല, ഒരു 10% മാറിയിട്ടുണ്ടാകും. അപ്പം ഞാൻ ആകെ 3 ഡേയ്സേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം തന്നെ ചെറിയൊരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുമായിരിക്കും. ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ഈ ഫേസ് പാക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മളെ സ്കിന്നിന് ചേഞ്ചസ് വരുത്തുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു ജ്യൂസ് നിങ്ങൾ ഒരിക്കലും ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാതിരിക്കുക, അപ്പോൾ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ യൂസ് ചെയ്യുക. കാരണം ഉരുളക്കിഴങ്ങ് നമ്മൾ വെക്കുന്നതിനനുസരിച്ച് കറുത്ത് വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പം നമ്മളത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പം കൂടുതലായിട്ട് എന്തെങ്കിലും പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ എടുക്കുന്ന അപ്പം തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് 3-ാമത്തെ ദിവസം ഞാൻ യൂസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഡേയും 3rd ഡേയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ഡിഫറൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത്. നല്ലോണം പിഗ്മെൻറ്റേഷൻ കുറഞ്ഞിട്ടുണ്ട്, അതേപോലെ സ്കിൻ ബേൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ആ ഒരു ഏരിയ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, സ്കിന്ന് ഫുള്ളായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പ്, ഇതിനൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, മാറ്റം വരും എന്നുള്ളതിന് ഞാൻ ഗ്യാരണ്ടി. നിങ്ങൾ ആരെങ്കിലും ഞാനിപ്പോൾ ഓൾറെഡി ഇട്ടിട്ടുള്ള വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഞാൻ പറയുന്നത് സത്യമാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അടുത്തതായിട്ട് നമുക്കൊരു ലിപ്പ് ലൈറ്റനിങ് ചാലഞ്ച് ആയിട്ടാണ് കേട്ടോ ഞാൻ വരുന്നത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല അടിപൊളി DIY ടിപ്സുകൾ വരുന്നുണ്ട്, ബ്യൂട്ടി ടിപ്സ്, ഹെയർ കെയർ, അങ്ങനെയുള്ള എല്ലാതരം വീഡിയോസും നമുക്ക് പെട്ടെന്ന് ഇടുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.